നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അയ്യോ അമ്മേ, ഒന്നും പറ്റില്ലല്ലോ. എന്റെ മക്കളുടെ ഭാഗ്യമായിരിക്കും വണ്ടി എന്റെ മേത്ത് തട്ടിയില്ല. ഇടിച്ച് കൂമ്പ് കലക്കാ വേണ്ടത്. ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്. എവിടെങ്കിലും മറിഞ്ഞു വീണ് അവന്റെ കൈയും കാലും ഒടിയും ഉറപ്പാ. അയ്യോ, സാധനം മുഴുവൻ താഴെ പോയല്ലോ. സാരമില്ല, ഒന്നും കേട് പറ്റിയിട്ടില്ല. ഞാൻ എടുത്തുതരാം. അമ്മ ഒറ്റയ്ക്കാണോ കടയിൽ പോയത്? 2 സഞ്ചി നിറയെ സാധനങ്ങളില്ലേ? ഇതിങ്ങനെ തൂക്കിപ്പിടിച്ച് നടന്ന കൈ വേദനിക്കില്ലേ? ഓട്ടോയില് പോവാന്ന് കരുതിയത്. ജംഗ്ഷനിൽ ഒറ്റ ഓട്ടോ ഇല്ല. സാരില്ല, ഞാൻ സൈക്കിളിൽ എത്തിച്ചേരാം. അയ്യോ വേണ്ട, ഇവിടെ അടുത്തല്ലേ, ഞാൻ കൊണ്ടുപോക്കോളാം. നല്ല ഭാരമുണ്ട്, ഞാൻ എത്തിച്ചേരാം. വേണ്ട, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. വേണ്ട, അതെങ്കിൽ തന്നാ മതി. ഇത്രയും സാധനങ്ങള് കയ്യിൽ തൂക്കി നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അമ്മ വാ. നീ ചെയ്തു തന്നത് വലിയ സഹായ. ഞാനെടുത്ത് അകത്ത് വെച്ച് തരാം. വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ വാ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് വാ, എന്തെങ്കിലും കുടിച്ചിട്ട് പോവാം. വേണ്ട അമ്മേ, എനിക്ക് ഹോസ്റ്റലിൽ പോവാൻ നേരായി. വൈകിയാ മാഡം വഴക്ക് പറയും. ഒന്ന് നിന്നെ. നാളെ തുലാം 10. തുലാം 10 ഇവിടെ 10ാമതേ പൂജ നടത്തും. പണ്ടേയുള്ള പതിവാ. വളരെ വേണ്ടപ്പെട്ടവരെയും അടുത്തുള്ള വീട്ടുകാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ചടങ്ങ് നടത്തുക. കമ്പനിയിലുള്ളവരെ വിളിക്കാൻ ഞാൻ പ്രിയനോട് പറഞ്ഞിരുന്നു. പ്രിയൻ നിന്നോടും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? പറഞ്ഞിരുന്നു. അവരൊക്കെ വരും, നീയും വരണം. നാളെ ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞ് വീട്ടിൽ കയറാതിരിക്കരുത്. വന്ന് പൂജയെ പങ്കെടുക്കണം, സദ്യയും കഴിക്കണം. മാഡം വഴക്ക് പറയും, കൂടെ താമസിക്കുന്നവര് വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞ് മുങ്ങിക്കളയരുത്. തീർച്ചയായിട്ടും വരണം. വരും, തീർച്ചയായിട്ടും വരും അമ്മേ. ഇപ്പൊ ഞാൻ പൊക്കോട്ടെ. കമ്പനി കാര്യങ്ങളെല്ലാം കൈലാഷിനെ ഏൽപ്പിച്ച ശേഷം കമ്പനിയിൽ നടക്കുന്ന പല കാര്യങ്ങളും ഞാൻ അറിയാറില്ല. അറിഞ്ഞില്ല എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. കൈലാഷിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അവനെന്നെ അറിയിക്കാറുണ്ട്. നിങ്ങളുടെ മുഖഭാവത്തിൽ നിന്ന് എന്തോ സീരിയസ് ആയ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്താ അരവിന്ദ്, മടിക്കാതെ പറഞ്ഞോളൂ. എന്താ മുക്ത? അങ്കിളിനെ അറിയിക്കാൻ മാത്രം ഒരു വലിയ കാര്യമല്ലെന്ന് കൈലാഷിന് തോന്നിയിട്ടുണ്ടാവും. ഇങ്ങനെ വളച്ചു കെട്ടി പറയാതെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നത് എനിക്കിഷ്ടം. അങ്കിൾ, നന്ദൻ എന്ന പേരുള്ള ഒരു സൂപ്പർവൈസറെ നമ്മൾ ജോലിക്ക് എടുത്തതും അവൻ കാരണം നമ്മുടെ കമ്പനിക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം അങ്കിൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാൻ അറിഞ്ഞിരുന്നു. അവൻ്റെ അഡ്രസ്സും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. പ്രിയൻ അത് കൈലാഷിനെ അറിയിച്ചു. അറിയിച്ചതല്ല, ഒരു പരാതിയായിട്ട് പറയുകയോ ചെയ്തത്. കൈലാഷ് അതിന്റെ ഉത്തരവാദിത്തം മുക്തയുടെ തലയിൽ കെട്ടിവെച്ച് ഇവളെ സസ്പെൻഡ് ചെയ്തു. മുക്തയെ സസ്പെൻഡ് ചെയ്തെന്നോ? അതെ അങ്കിൾ. കമ്പനി സ്റ്റാഫിന്റെ കയ്യിൽ നിന്നൊരു വീഴ്ചയുണ്ടായ പണിഷ്മെന്റ് കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല. പണിഷ്മെന്റ് കൊടുക്കണം. എന്ത് പണിഷ്മെന്റ് കൊടുക്കാനും കൈലാഷിന് പൂർണ്ണ അധികാരമുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ തെറ്റ് ചെയ്തവർക്കല്ലേ പണിഷ്മെന്റ് കൊടുക്കേണ്ടത്. മുക്ത എന്ത് തെറ്റ് ചെയ്തിട്ടാ കൈലാഷ് സസ്പെൻഡ് ചെയ്ത്?
സിസ്റ്റം എററായപ്പോൾ അതിലുണ്ടായിരുന്ന ചില ഡീറ്റെയിൽസ് എററായിപ്പോയി. അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലുള്ള ആർക്കോ സംഭവിച്ച ഒരു കയ്യബദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ പേരിൽ മുക്തയെ സസ്പെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊരു ശരിയായ നടപടിയാണെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ? ഇന്നലെ മുതൽ മുക്ത കമ്പനിയിലില്ല. ഇവളില്ലാത്തതിന്റെ ശരിക്കും അറിയാനുമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് വർക്ക് മുഴുവൻ പെൻഡിങ് ആയി, മൊത്തം താളം തെറ്റി കിടക്കുക. കൈലാഷിനോട് ഞാൻ പറഞ്ഞു നോക്കി, പക്ഷെ അവൻ കേൾക്കുന്നില്ല. വേറെ വഴിയില്ലാത്തോണ്ടാ അങ്കിളിനെ കാണാൻ വന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? കമ്പനി കാര്യങ്ങളെല്ലാം ഞാൻ കൈലാഷിനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അവന്റെ തീരുമാനത്തെ ഞാൻ തിരുത്താൻ ശ്രമിച്ചാൽ അവൻ ശരിയായ തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തവനാണെന്ന് ഞാൻ പറയുന്ന പോലെ ആവില്ലേ? അങ്കിളിനോടല്ലാതെ ഞങ്ങൾ വേറെ ആരോട് ഇതൊക്കെ പറയാം? അങ്കിൾ പറഞ്ഞാൽ മാത്രമേ അവൻ കേൾക്കൂ. ഡാഡി അത് പറയില്ല അരവിന്ദ്. ഞാൻ തെറ്റായ ഒരു തീരുമാനം എടുക്കില്ലെന്ന് ഡാഡിക്കറിയാം. നിന്നെയോ അങ്കിളിനെയോ ഞാൻ നിർബന്ധിക്കൊന്നുമല്ല. പക്ഷേ എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. ഇന്നലെ തന്നെ നിന്നോടത് പറയണമെന്ന് ഞാൻ കരുതിയതാ. എന്റെ വാക്കുകൾക്ക് നീ ചെവി നൽകില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാ ഞാൻ പറയാതിരുന്നത്. പാർവതിയെ ലക്ഷ്യം വെച്ച് തന്നെയാ നന്ദൻ കമ്പനിയിൽ കയറിപ്പറ്റിയത്. കമ്പനിയിൽ കയറിപ്പറ്റാൻ അവന് കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ പാർവതിയുമായി അടുത്തിടപഴകാനുള്ള മറ്റൊരു സാഹചര്യം അവൻ കണ്ടെത്തുമായിരുന്നു. അവന്റെ മനസ്സിലെടുപ്പറിയാതെ കരുണാകരൻ അവനെ ജോലിയിലെടുത്തു. അവനെക്കുറിച്ച് അന്വേഷിക്കാതെ ജോലിയിലെടുത്തത് തെറ്റ് തന്നെയാ. കരുണാകരന്റെ വാക്ക് വിശ്വസിച്ച് അവൻ അപ്രൂവൽ കൊടുത്തത് എന്റെ വീഴ്ച തന്നെയാ. പക്ഷേ അത് നീ വിശ്വസിക്കുന്ന പോലെ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. എന്റെ വീഴ്ച ഞാൻ സമ്മതിക്കുന്നു. ഞാൻ കാരണം കമ്പനിക്കുണ്ടായ ചീത്തപ്പേര് എന്റെ മനസ്സറിവോടുകൂടി അല്ലെങ്കിലും എനിക്കതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഐ എഗ്രി. പക്ഷേ അവൻ കണ്ണു കാണിച്ചപ്പോ പാർവതി അതിൽ വീണില്ലേ? കൈലാഷ് അത് തെറ്റായി കാണുന്നില്ലല്ലോ. തെറ്റുകാരി ഞാൻ മാത്രമാണെന്ന് സ്ഥാപിക്കാനാണ് കൈലാഷിന് താല്പര്യം. ആ കാര്യത്തിൽ മാത്രമേ എനിക്ക് കൈലാഷിനോട് എതിർപ്പുള്ളൂ. ഈ പണിഷ്മെന്റ് ഞാൻ അർഹിക്കുന്നുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അങ്കിളിനെ കാണാൻ വന്നതും എന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ അങ്കിൾ ഇടപെടണമെന്ന് റിക്വസ്റ്റ് ചെയ്തതും എന്റെ ഡിസിഷൻ അല്ല. അത് അരവിന്ദന്റെ ഡിസിഷനാ. അരവിന്ദ് എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാണ്. അരവിന്ദ്, ഞാൻ പോവുക. മുക്ത നിൽക്ക്. കൈലാഷ്, മുക്ത പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്.